നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ലഹരിവേട്ട. 50 ഗ്രാമോളം MDMAയുമായി മൂവാറ്റുപുഴ സ്വദേശി കൊച്ചിയിൽ പിടിയിൽ. ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. കണ്ണൂരിൽ മാരക മയക്കുമരുന്നുമായി യുവതി പിടിയിൽ. പിടിയിലായത് 5-ാം പീടിക സ്വദേശിനി ഷിൽന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി രേഖപ്പെടുത്തും. രാഹുലിന്റെ ഫോൺ തുറക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. തിരുവല്ലയിൽ നടത്തിയ തെളിവെടുപ്പിനിടെ അതിജീവിതയ്ക്കൊപ്പം ഹോട്ടലിലെത്തിയതായി രാഹുൽ സമ്മതിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യമില്ല. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ജാമ്യം നിഷേധിച്ചത് കേസിൽ ഇനിയും തൊണ്ടിമുതൽ കണ്ടെത്താനുണ്ടെന്ന SIT വാദം അംഗീകരിച്ചു. കലോത്സവ പൂരത്തിനൊരുങ്ങി തൃശൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി വേദിയിൽ മുഖ്യമന്ത്രി തിരികൊളുത്തി. 250 ഇനങ്ങളിലായി 15,000 പ്രതിഭകൾ പൂരനഗരിയിൽ മാറ്റുരയ്ക്കും. ഭക്തലക്ഷം കാത്തിരിക്കുന്ന ശബരിമല മകരവിളക്ക് ദർശനം ഇന്ന്. തിരുവാഭരണം ചാർത്തി ദീപാരാധന വൈകിട്ട് 6:40 ശേഷം മകരജ്യോതി ദർശനം. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു. 35,000 ഭക്തർക്ക് മാത്രം ഇന്ന് പ്രവേശനം. കൊച്ചി ആലുവയിൽ ലഹരിവേട്ട. 50 ഗ്രാമോളം MDMAയുമായി മൂവാറ്റുപുഴ സ്വദേശി പിടിയിൽ. 21-കാരൻ ബിലാലാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആലുവ പറവൂർ കവലയിൽ വെച്ച് ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വോൾവോ ബസിൽ നിന്നാണ് MDMA പിടികൂടിയത്. ആദർശ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആദർശ്, സംസ്ഥാനത്തുടനീളം വ്യാപകമായ ലഹരിക്കെതിരെയുള്ള പ്രചരണവും പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും യുവാക്കൾ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമയാകുന്നത്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഓരോ ദിവസം പുറത്തു വരുന്ന റിപ്പോർട്ടുകളും. ഇപ്പോൾ കൊച്ചി ആലുവയിലാണ് 50 ഗ്രാമോളം MDMAയുമായി മൂവാറ്റുപുഴ സ്വദേശി പിടിയിലായിരിക്കുന്നത്. ബസ്സിൽ കടത്താനുള്ള ഒരു ശ്രമമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണോ? നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആലുവ പറവൂർ കവലയിൽ നിന്ന് 50 ഗ്രാമോളം MDMA പിടികൂടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി 21 വയസ്സുള്ള ബിലാൽ കസ്റ്റഡിയിലാണ്. രാവിലെ 10 മണിയോടെ ആലുവ പറവൂർ കവലയിൽ വെച്ചാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ഈ പരിശോധന നടക്കുന്നതും തുടർന്ന് ബിലാൽ അറസ്റ്റിലാവുകയും ചെയ്യുന്നത്. അറസ്റ്റിലാവുന്ന സമയത്ത് ഇയാളുടെ പക്കൽ 50 ഗ്രാം MDMA ഉണ്ടായിരുന്നു. ഇതൊരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ മാറിയത്. പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വോൾവോ ബസ്സിൽ നിന്നാണ് ഈ MDMA പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് ശേഷമുള്ള മറ്റ് നടപടികൾ എല്ലാം നിലവിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, പുതുവർഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് ആകെ വ്യാപകമായ രീതിയിലുള്ള ലഹരി പരിശോധനകൾ വ്യാപകമായി തന്നെ നടന്നു വരികയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ വലിയ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ 21 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരാളുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ നഗരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് സമാനമായ പരിശോധനകൾ വ്യാപകമായി തന്നെ നടന്നിരുന്നു. ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബിലാൽ എന്ന് പറയുന്ന 21 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരാളെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് മറ്റും ഹാജരാക്കി ഇയാളുടെ മറ്റു നടപടികളും മറ്റും പുരോഗമിക്കുകയാണ്. അക്ഷയ,
ശരി, ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി ആലുവയിലാണ് ലഹരിവേട്ട. 50 ഗ്രാമോളം MDMAയുമായാണ് മൂവാറ്റുപുഴ സ്വദേശി പിടിയിലായിരിക്കുന്നത്. 21-കാരൻ ബിലാലാണ് പോലീസിന്റെ കസ്റ്റഡിയിലാത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. സമാനമായ രീതിയിൽ കണ്ണൂരിൽ നിന്നും ഒരു ലഹരി കേസ് വരുന്നുണ്ട്. കണ്ണൂരിൽ മാരക മയക്കുമരുന്നുമായി യുവതിയാണ് പിടിയിലായിരിക്കുന്നത്. 5-ാം പീടിക സ്വദേശിയാണ് ഷിൽന പിടിയിലായിരിക്കുന്നത്. 32 വയസ്സാണ്. എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലാകുമ്പോൾ വലിയ ഒരു പരാക്രമം തന്നെയാണ് ഇവർ കാണിക്കുന്നതെന്ന് വീഡിയോയിലൂടെയെല്ലാം നമ്മൾ കണ്ടിരുന്നു. പാപ്പനശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ EY ജസീലറിനെയും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് യുവതി പിടിയിലായിരിക്കുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. സജീവൻ വടക്കുംപാട് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സജീവൻ, കണ്ണൂരിലാണ് മാരക മയക്കുമരുന്നുമായി യുവതി പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? ഇത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വെച്ചാണ് സംഭവം. പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ EY ജസീർ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ മെത്താഫിനുമായി പിടിയിലായത്. ഇവരിൽ നിന്ന് 0.459 ഗ്രാം മെത്താഫിനാണ് പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്നാണ് ഇവരെ പിന്തുടർന്ന് പിടിച്ചെടുത്തത്. പരിശോധനയിലാണ് യുവതിയുടെ കയ്യിൽ നിന്ന് ഒരു കവറിൽ സൂക്ഷിച്ച നിലയിൽ മെത്താഫിൻ കണ്ടെടുത്തത്. ലഹരി മരുന്നിന്റെ ഉറവിടത്തെ കുറിച്ച് എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് യുവതിക്ക് ലഭിച്ചതെന്നാണ് എക്സൈസ് സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് ഈ യുവതി എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇവർ മയക്കുമരുന്ന് വിതരണം ചെയ്യാറുണ്ടെന്നും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചതിരുന്ന് യുവതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. യുവതിയുടെ പിന്നിൽ ആരൊക്കെയാണ് ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും എക്സൈസ് സംഘം കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അക്ഷയ. ശരി, സജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് മാരക മയക്കുമരുന്നുമായി യുവതി പിടിയിലായിരിക്കുന്നത്. 5-ാം പീടിക സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. 32 വയസ്സാണ്. ഷിൽനയാണ് എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വ്യാപകമായ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിൽ യുവതി യുവാക്കൾ എന്ന ലിസ്റ്റ് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ചെറുപ്പക്കാരിലിടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ലഹരി ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന സൂചനയാണോ ഇത് നൽകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ മയക്കുമരുന്ന് വേട്ട സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ടെങ്കിലും ഓരോ മുക്കിലും മൂലയിലും ഇതുമായി ബന്ധപ്പെട്ട മാഫിയകൾ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ഈ കേസുകളിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയം പലപ്പോഴായി നമ്മൾ ചർച്ചയിലെടുക്കാറുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ് കമ്മീഷണർ ചിറക്കര മധു കൂടെ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. സർ, ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതിന്റെ പരിശോധനയൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ യുവതി യുവാക്കളെല്ലാം തുല്യരായിട്ട് തന്നെ ഇതിൽ പിടികൂടുകയാണ്. പക്ഷേ അനുദിനം ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പരിശോധനകൾ വ്യാപകമാണെങ്കിലും ഇപ്പോഴും ലഹരിയെ മാഫിയ പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. ഇതിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ യുവതികൾ തന്നെയാണ് പിടിയിലാകുന്നതും. എങ്ങനെ നമുക്കിതിനെ മാറ്റാം? മാത്രമല്ല, ജീവിതം ലഹരിയാക്കി മുന്നോട്ട് കുതിക്കുക എന്നൊരു സമൂഹത്തെ നമുക്കിനി എന്ന് കാണാൻ സാധിക്കും? ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇതിനെ കുറച്ചുകൂടി വ്യാപകമായിട്ട് നമ്മൾ ഇതിനെ ചർച്ച ചെയ്യേണ്ടത് കേരളം എന്തുകൊണ്ട് ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി വിപണനത്തിനെ തടയുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ, വിവിധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. കാരണം അന്വേഷണ ഏജൻസികളുടെ കാര്യക്ഷമമായ പരിശോധനകൾ, അത് കേസ് കിട്ടുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കൽ, ആ ശിക്ഷ ഉറപ്പാക്കുന്നവർക്ക് ജയിലിൽ ചെന്നാൽ അവർ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു പീഡന അനുഭവം ജയിലിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്വഭാവം, അപ്പൊ പുറത്തിറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ ജയിലിൽ പോകാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കൽ, ഇത്രയുമാണ് ഈ പ്രോസസ്സിനകത്ത് പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കിയാൽ ജയിലിൽ പോകുന്നവരുടെ വേതന വർധനവിനെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന് എന്തൊരു ഉത്കണ്ഠയാണ് ഉള്ളത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പോലും കേരളത്തോട് കൂടുതൽ പ്രണയം തോന്നിയാൽ അതിൽ അതിശയമുണ്ടോ?
സർ, പക്ഷേ നമുക്ക് പറയാം പലപ്പോഴായി ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ, വലിയ തരത്തിലുള്ള വ്യാപകമായ പരിശോധനകളൊക്കെ ഒരു ദിക്കിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനകൾ നടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ പിടിയിലാകുന്നുണ്ട്. അല്ലാതെ എത്രത്തോളം വ്യാപകമായൊരു ഒഴുക്ക് അല്ലെങ്കിൽ ബിസിനസ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്? ഏറ്റവും അവസാനം നമുക്ക് പോലീസിന്റെ ഇന്റലിജൻസിന്റെ വിഭാഗത്തിൽ നിന്നും വരുന്ന വിവരം എന്ന് പറയുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നത് മയക്കുമരുന്നുകൾ കടത്തുന്നതിനുള്ള ഇടനില താവളങ്ങളായി മാറുന്നു എന്നത് പോലീസിന്റെ ഇന്റലിജൻസ് വിങ് DGPക്ക് കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്നെ ഉള്ളതാണ്. കേരളത്തിലെ 13 റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട് DGPക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഒരു പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിൽ ജോലി തേടി വരുന്ന അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരു വളരെ വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു 10-1 എന്ന കണക്കിൽ പോലും നമുക്ക് പിടിയിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ വ്യാപകമായ ലഹരി ഒഴുക്ക് കേരളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. യുവാക്കളും കൗമാരക്കാരൊക്കെ തന്നെയാണല്ലോ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേയധികം ആളുകൾക്ക് ഇതിലിടയിൽ പങ്കുണ്ടോ എന്ന് പലപ്പോഴായി സംശയങ്ങൾ ഉദിക്കുന്നുണ്ട്. കാരണം പണ്ട് കുറേ കാലങ്ങളായി പുറത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് കുറേയധികം കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി പരിശോധനകൾ നടത്തിയാൽ ഇതിലൊക്കെ ഒരു ചങ്ങല വീഴില്ലേ? കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, കോവിഡിന് ശേഷം വിനോദസഞ്ചാരം, ടൂറിസം എന്ന് പറയുന്നത് വളരെ വ്യാപകമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ധാരണ കൂടുതലായിട്ട് ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ തോതിൽ വിനോദസഞ്ചാരം നടക്കുന്നുണ്ട്. പക്ഷെ വിനോദസഞ്ചാരത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കടത്തുക എന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം. ഇപ്പൊ വിനോദസഞ്ചാരം നടത്തുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ ബാങ്കോക്കിലേക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ വൻതോതിൽ കഞ്ചാവ്, അതും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ MDMA എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മയക്കുമരുന്ന് കമ്പോളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ഈ ടാർഗറ്റ് ഇന്ന് നമ്മൾ കാണുന്ന ഈ റെയ്ഡിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് MDMA എന്ന് പറയുന്ന വസ്തു തന്നെയാണ്. അപ്പൊ മാരകമായ ഈ ലഹരി വസ്തു തന്നെയാണ് കേരളത്തിലെ യുവാക്കളിൽ പിടിമുറക്കുന്നത്. യുവാക്കളിൽ ഇത് പിടിമുറക്കിയാൽ ഒരു മാസത്തിനകം തന്നെ അവർ ഇതിനകത്ത് അടിമയായി മാറുന്നതാണ്. അടിമയായി മാറുന്ന മാത്രമല്ല 2 വർഷത്തിനകം തന്നെ ഇവർക്ക് വളരെ ഹാനികരമായ തോതിൽ അവരുടെ ആരോഗ്യം തകർത്ത് കളയുന്ന ഒരു വസ്തുവാണിത് എന്നുള്ളതും വാസ്തവമാണ്. കാര്യം കൂടെ, കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാറി. പക്ഷേ നമുക്കറിയാം ഈ കൗമാരക്കാർക്കിടയിൽ അല്ലെങ്കിൽ യുവതിയുവാക്കൾക്കിടയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ഇടയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളും ചൂഷണങ്ങളും ഈ സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഇത്രയധികം പണം ഒഴുകുന്നത് എന്നതിലൊരു പരിശോധന, അതിൽ തടയിട്ടാൽ തന്നെ ഒരു പരിധി വരെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കില്ലേ? ഇതിൽ പണം ഇല്ലാത്തവർക്ക് ലഹരിയുടെ മാർക്കറ്റിനകത്ത് യാതൊരു വിലയുമില്ല. പണം കയ്യിലുള്ളവർക്ക് മാത്രമേ ലഹരി മാർക്കറ്റിൽ റോളുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണം ഇല്ലാത്തവർ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഈ സാധനം കടത്തുന്നതിന് സഹായിക്കുക, ഇത് വിൽപ്പന ചെയ്യുന്നതിന് സഹായിക്കുക, ഓരോരുത്തരിലേക്ക് എത്തിക്കുന്നതിനുള്ള വിതരണക്കാരായി പ്രവർത്തിക്കുക. ഇതാണ് പണം ഇല്ലാത്തവർ ചെയ്യുന്നത്. അപ്പോൾ പണം കയ്യിലുള്ളവർക്ക് മാത്രമേ ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ സാധാരണക്കാരൻ ചെയ്യുന്നത് ഈ അവരുടെ സേവകന്മാരായി പ്രവർത്തിക്കുക, അത് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത് ഉപഭോക്താക്കളായി പ്രവർത്തിക്കണമെങ്കിൽ വൻതോതിൽ പണം കയ്യിലുള്ളവർക്കേ കഴിയുകയുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന അവരുടെ സേവകർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടത്താൻ സഹായിക്കുക, അവിടെ വിതരണം ചെയ്യാൻ സഹായിക്കുക, വിൽപ്പനയ്ക്ക് സഹായിക്കുക. ഇതാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ഈ മെറ്റീരിയൽ കിട്ടും. അത്തരത്തിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. മയക്കുമരുന്നിന്റെ കടത്തും ആ സംവിധാനം നിലനിൽക്കുന്ന അത്തരത്തിലാണ്. സർ, ഇപ്പം നമുക്കറിയാം വ്യാപകമായിട്ടുള്ള ശക്തമായ റെയ്ഡുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, പരിശോധനകൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എക്സൈസ് സംവിധാനം അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ കുറച്ചുകൂടി അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ ആ വിങ്ങിന് ആളുകൾ കുറവാണോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരാതി ഈ ഒരു രംഗത്തുണ്ടോ? എക്സൈസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സൈസ് 1960 കാലഘട്ടത്തിൽ എത്രയായിരുന്നു എക്സൈസ്, അവരുടെ എണ്ണത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ എക്സൈസ്, കേരളത്തിലുള്ള എക്സൈസിന്റെ ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും മുകളിൽ വരെയുള്ളവരുടെ എണ്ണം 5000 താഴെ മാത്രമാണ്.
എന്നാൽ കേരളത്തിൽ എക്സൈസ് സുഗമമായി പ്രവർത്തിക്കുന്ന ഒരു 15,000 എങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്സൈസ് സുഗമമായി പ്രവർത്തിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഗവൺമെന്റിന് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ ഗവൺമെന്റിന് ബോധ്യമുള്ള കാര്യമായിട്ട് പോലും ആളുകളുടെ എണ്ണം കൂട്ടുന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിച്ചിട്ട് പോലുമില്ല എന്നാണ് വാസ്തവം. അപ്പൊ വെറും 5,000 ആളുകളെ വെച്ചിട്ടാണ് ഈ കേരളം എന്ന് പറയുന്ന ഇത്രയും വിസ്താരമായുള്ള പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും എതിരായി പോരാടുന്നതിനുള്ള ഒരു സേന നിലനിൽക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം അപര്യാപ്തമാണെന്ന് നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ ലഹരി വ്യാപനത്തോടൊപ്പം തന്നെ അബ്കാരി കേസുകളൊക്കെ വർദ്ധിച്ചു വരികയാണല്ലോ. കാര്യമായൊരു പൂട്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ള, കാരണം 2025 കണക്കുകൾ പറയുമ്പോൾ ഞെട്ടലാണ്, 2026 കണക്ക് പറയുമ്പോൾ ഇനി അതിലും ഞെട്ടലുണ്ടാക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുമല്ലേ ഉണ്ടാവുക? അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അബ്കാരി കേസിലും മയക്കുമരുന്ന് കേസിന്റെയും എണ്ണം ഇരട്ടി എന്ന കണക്കിലാണ് വർദ്ധിച്ചു പോകുന്നത്. ഇത്തവണ ഉള്ളതിന്റെ ഇരട്ടി എന്ന കണക്കാണ് അടുത്ത വർഷത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും ഇത് കുറയുന്നില്ല, അത് താഴോട്ട് പോകുന്നൊരു രംഗമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എക്സൈസിനെ പോലെയുള്ള സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ഏത് ഗവൺമെന്റ് മാറി തിരിഞ്ഞു വന്നിട്ടും ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് ഇതിനകത്ത് ഇത് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും താല്പര്യമുള്ള ഒരു സർക്കാരാണെങ്കിൽ അവരതിനകത്ത് എണ്ണം വർദ്ധിപ്പിക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തേനെ. പക്ഷെ അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 1960 എന്താണോ സ്റ്റാഫ് സ്ട്രെങ്ത്, അതിനകത്ത് നിന്ന് 10-15% മാത്രമാണ് എക്സൈസിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കോട്ട്പ കേസുകളിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് പിഴ ഈടാക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ പിഴയൊക്കെ ഇരട്ടിക്കണ്ടേ? കാരണം ഇതൊക്കെ അടച്ച് കുറച്ച് കാലാവധി കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെടുകയല്ലേ? കോട്ട്പ കേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. കാരണം ഒരു എക്സൈസുകാരന് ഒരു മയക്കുമരുന്നിന് തുല്യമായിട്ടുള്ള ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ 200 രൂപയാണ് പിഴ ഈടാക്കാൻ കഴിയുന്നത്. 200 രൂപ. ഇതറിയാവുന്ന കച്ചവടക്കാരൻ എക്സൈസുകാരൻ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്ത് സാറേ താന്റെ പിഴ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്യാറുള്ളൂ. 200 രൂപ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ 200 രൂപ പിഴ എന്ന് പറയുന്നത് തമാശയല്ലാതെ മറ്റെന്താണ്? അതൊക്കെ തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ ഒരു മാറ്റം വന്നാൽ ഇതിലേക്ക് ഒരു പരിധിവരെ ആളുകൾക്ക് ഒരു ഭയമെങ്കിലും ഉണ്ടാകും അല്ലേ? അതെ, ആളുകളുടെ ഭയത്തെ സംബന്ധിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതായത് ജയിലിലാവുന്ന വ്യക്തികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ കൂടുതൽ പണം കിട്ടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ജയിലിലാവുകയല്ലേ എളുപ്പം. തീർച്ചയായും ഇപ്പൊ വേതനം കൂടെ കൂട്ടിയിട്ടുണ്ട്. അതെ, അതാണ് പറയുമ്പോ ജയിലിൽ പോയി വരുന്നവൻ ലക്ഷാധിപതിയായി വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല, ഈ ന്യൂ ഇയർ കണക്കുകൾ അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ വഴി പുറത്തു വരുന്ന മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത്രത്തോളം കേമമായിട്ട് തന്നെയാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. തീർച്ചയായും ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തിന്റെ ഒരു 20-30% കണക്ക് വർദ്ധിക്കുകയാണ്. അതെ. അതെ. എന്തായാലും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ കുറച്ച് മാറ്റങ്ങളല്ല, ചിട്ടയായ മാറ്റം തന്നെ പെട്ടെന്ന് വന്നില്ലെങ്കിൽ കൈവിട്ടു പോകും കാര്യങ്ങളെന്ന് പലപ്പോഴായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് കുറേയധികം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇതിനൊക്കെ യുവതിയുവാക്കളൊക്കെ അകത്താകുന്നുണ്ടെങ്കിലും യാതൊരു തെല്ലും ഭയവുമില്ലാതെ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. പല സ്ഥലങ്ങളിലായി പല രൂപത്തിൽ പല ആളുകൾ പല വ്യക്തികൾ ഇതിൻ്റെ ഒരു ഇടനിലക്കാരായി മാറുകയാണ്. വലിയൊരു തുക ഓഫർ ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൽ ഇരകളായി മാറുന്നത് സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ കൗമാരക്കാർ തന്നെയാണ്. എന്തായാലും വലിയൊരു ചർച്ച തന്നെ നമുക്കിതിൽ അത്യാവശ്യമാണ്. നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കാൻ ലഹരി വിരുദ്ധ പ്രവർത്തകൻ പ്രസാദ് കുരുവിളയോട് ചേരുന്നുണ്ട്. സാർ നമസ്കാരം. സംസ്ഥാനത്ത് ലഹരി വ്യാപനം പിടിമുറുക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴായി പല തലക്കെട്ടുകളിൽ വായിച്ചു പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നും കണ്ണൂരും കൊച്ചിയിലുമായി 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഒന്ന് ഒരു യുവതിയാണ്. പക്ഷേ ആളുകളുടേതല്ല ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരം ബിസിനസ് അത്രത്തോളം പിടിമുറുക്കുകയാണ് കേരളത്തെ. എങ്ങനെ നമുക്കതിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കും? ലഹരിയുടെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ഹബ്ബ് കേരളമാണ്. അപ്പൊ ഈ ലഹരി ഇത്രയധികം സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും വ്യാപകമായിട്ടും അതിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടെ ഇവിടെ മുക്കിലും മൂലയിലും ഒക്കെയുള്ള ചില സ്ഥലങ്ങളിലെ കാര്യങ്ങൾ മാത്രം പിടിക്കപ്പെടുന്നു. ഏതെങ്കിലും ഒറ്റുകൊണ്ടോ അങ്ങനെയൊക്കെ കണ്ടാണ് ഈ സംഗതി പിടിക്കപ്പെടുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ പ്രചാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സ്ഥലത്ത്
8 or 10 സ്ഥലങ്ങളിൽ പോയി ബലാത്സംഗം ഏറ്റുവാങ്ങുന്ന കേസുകൾ മാത്രമാണ് ഇപ്പം നമുക്ക് വലിയ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത് അതുപോലത്തെ കേസുകൾക്കാണ്. എവിടെയെങ്കിലും പോയി ബലാത്സംഗം ഏറ്റുവാങ്ങുന്ന കേസുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിൽ കൂടി ഈ നമ്മുടെ മാരക രാസലഹരി വസ്തുക്കൾ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ ഇളം തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാനോ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ നമ്മുടെ സംവിധാനങ്ങളിൽ കഴിയുന്നില്ലാത്തതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നടപടികൾ ഉണ്ടാവണം. അത് പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടം. ദീപസ്തംഭ മഹാശരി നമുക്ക് കിട്ടുന്ന പണമെന്ന ചിന്തയാണ് മിക്ക ഈ ഇതിന്റെ കച്ചവടക്കാർക്കും ഇതിന്റെ വാഹകർക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ് സംവിധാനങ്ങൾ ഒന്നും കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ഏത് വിധേനയെങ്കിലും വഴിയെ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുക, സർക്കാരിന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ആണ് ഈ ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കുന്നില്ല, അത്രയും കാര്യക്ഷമമായിട്ട് പരിശോധിക്കുന്നില്ല. പക്ഷെ സീറ്റ് ബെൽറ്റ് ഉണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ എന്നുള്ള പരിശോധന നടക്കുക. അത് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഈ അപകടം നടന്ന് ആള് കൊല്ലപ്പെടുമെന്നുള്ള ആദ്യം കൊണ്ടൊന്നുമല്ല ഇത് എടുക്കുന്നത്. അവർക്ക് മാസാവസാനം പണം ഉണ്ടാക്കി സർക്കാരിന് കൊടുത്താലേ, പിഴയടപ്പിച്ച് സർക്കാരിന് കൊടുത്താലേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഇത് ഒരു തരത്തിലും ഒരു ആത്മാർത്ഥം ഇല്ലാത്തൊരു സമീപനം പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെങ്ങനെ ഈ നമ്മുടെ കേരളത്തിലേക്ക് ഈ ലഹരി, മാരക രാസലഹരി, അതിഗുരുതരമായ മാരക രാസലഹരി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് നമ്മളത് ചിന്തിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും. ഉറവിടത്തെ തടയാൻ ആർക്കും പറ്റുന്നില്ല. അവസാന കണ്ണിയെ മാത്രം പൊക്കുന്നു, ഉപയോഗിക്കുന്നവരെ പൊക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് എത്തിക്കുന്ന ഏതെങ്കിലും ഒരു വാഹനങ്ങളെ മാത്രം പിടിക്കുന്നു. അതിന്റെ ഉറവിടത്തെ പിടിക്കുന്നില്ല. ഉറവിടത്തെ പിടിക്കാൻ പോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒരു നിലപാട് എടുത്തുകൊണ്ട്, ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് ലഹരിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ഈ ബോധവൽക്കരണം കൊടുക്കുന്നത് പോലും ഇപ്പൊ നമുക്ക് മദ്യത്തിനെതിരെ പറയുകയും മദ്യം നൽകുകയും മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന സംവിധാനം നമുക്കുള്ളത്. അത് നമ്മൾ പറയും KCBC, മദ്യവിരുദ്ധ സമിതി പോലുള്ള സംവിധാനങ്ങൾ പറയുന്നത് ഇതിന് വേറെ പ്രത്യേക ഒരു കോർപ്പറേഷൻ, ആന്റി നാർക്കോട്ടിക് കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ച് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവർത്തനം, ഒരു മേഖലയാണിത്. അപ്പം ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകളും ആണെങ്കിൽ അതിനുവേണ്ടി തന്നെ ഒരു സംവിധാനം ഉണ്ടാവണം. ഈ ലഹരി കൊടുക്കുന്നവർ തന്നെ ലഹരിക്കെതിരെ പറയുകയും ചെയ്യുന്നത് ശരിയല്ല. ചികിത്സയ്ക്കും ഒപ്പം തന്നെ ഈ ബോധവൽക്കരണത്തിനുമായിട്ട് ഒരു പ്രത്യേക സംവിധാനം ഗവൺമെന്റ്, അത് ഇനി വരുന്ന ഗവൺമെന്റ് എങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെന്റിന് അതിന് പറ്റും. സർ, ഒരു കാര്യം, കാരണം ഈ കൗൺസിലിംഗിലൂടെ മാത്രം നമുക്ക് ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റാൻ പറ്റുമോ? കാരണം സാഹചര്യങ്ങൾ കൂടി അനുകൂലമാകണ്ടേ? ഇന്നത്തെ പഠിക്കുന്ന ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങളും നിയമവശങ്ങളും ശിക്ഷ രീതികളും കൃത്യമായി പഠിപ്പിക്കണ്ടേ? അല്ലാണ്ട് ലഹരി ഉപയോഗിച്ചാൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്ന് പറയാതെ ഇതിനെ ഭയം അത് തുടക്കത്തിലേ ഉണ്ടായെങ്കിൽ കുറേയധികം മാറ്റങ്ങൾ ഈ കൗമാരക്കാർക്കിടയിൽ ഉണ്ടാകില്ലേ? അല്ല, അത് നിശ്ചയമായിട്ട് ഇത് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് അതൊരു ഭാഗം മാത്രമാണ്. അല്ലെ, ബോധവൽക്കരണം എന്ന് പറയുന്നതും ഒരു ഘടകം മാത്രമാണ്. പക്ഷെ ഇത് കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്ന കാലഘട്ടം മുതലേ ഇതിനെതിരെ ശക്തമായ ഇതൊരു വലിയ ഭീകരതയാണ്. ഇത് ഒരു മനുഷ്യന്റെ സമസ്ത മേഖലകളെ അടിമുടി നശിപ്പിക്കുന്നതാണ്. ഭാവി തകരും, ജീവിതം തകരും, ജീവൻ പോകും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും തെറ്റ് ചെയ്യുന്ന ഈ ലഹരി എടുക്കുകയും ലഹരി വാഹകരാകുകയും ഒക്കെ അത് ബിസിനസ് നടത്തുകയും ചെയ്യുന്നവരെ കർക്കശമായിട്ട് വെളിച്ചം പോലും കാണാത്ത രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയുണ്ട് എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് മാറും. അതൊരു ഏറ്റവും വലിയ അറിവുമാണ്. നമുക്കറിയാലോ, ഇപ്പൊ ജയിലുകളിൽ പോലും പഠിച്ച് വീടുകളിലേക്ക് വരുന്ന കുട്ടികൾ കാണുന്നത് ഇന്നത്തെ മലയാളികളുടെ ഒരു ആഘോഷ രീതികളൊക്കെ തന്നെയാണ്. ഓരോ ആഘോഷത്തിലും ലഹരി ഉപയോഗം അത്രത്തോളം പ്രാധാന്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും. ലഹരിക്ക് അമിതമായ മാന്യത നൽകുന്ന ഒരു സംസ്കാരത്തോടെ കണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, പണ്ടൊക്കെ ഈ കള്ളുഷാപ്പുകളിൽ കയറുന്ന, പണ്ടൊക്കെ കള്ളുഷാപ്പുകളുണ്ടായിരുന്നു. കള്ളുഷാപ്പുകളിൽ കയറുന്നതും വഴി കൂടെ പാട്ടും പാടി ഒച്ചയും വെച്ച് നടക്കുന്നത് പോലും ഒരു അപമാനമായിരുന്നു. ഇപ്പൊ ഒരു അഭിമാനം പോലെ, എന്തോ ഒരു
എന്താ പറയുക, അതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. ഒരു മോഡിഫിക്കേഷൻ വരുത്തി ആളുകളെ അവിടേക്ക് ഇപ്പോൾ അങ്ങനെ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമായും പലയിടങ്ങളിലും മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ ജയിലുകളിൽ പോലും ഇത് എത്തിക്കുന്നു, മയക്കുമരുന്ന് എത്തിക്കുന്നു, ഫോൺ എത്തിച്ചു കൊടുക്കുന്നു, ഡ്രോൺ പോലും പണ്ടൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന കണ്ണൂർ ജയിലിലൊക്കെ എറിഞ്ഞു കൊടുക്കുക ലഹരി മോളിക്കൂടെ, മതിലിന്റെ മോളിക്കൂടെ. ഇപ്പം ഡ്രോൺ മുഖേന കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ജയിലധികാരികളോ പോലീസോ ഡിപ്പാർട്ട്മെന്റുകളോ എൻഫോഴ്സ്മെന്റോ ഒന്നും അറിയാത്തതൊന്നുമല്ല. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് നമ്മുടെ ഈ ചങ്ങലയ്ക്കും ഭ്രാന്ത് പിടിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചങ്ങലയെ ആണ് ആദ്യം നിയന്ത്രിക്കേണ്ടതും ചങ്ങലയാണ് ആദ്യം ശ്രദ്ധിക്കുന്നതും ചങ്ങലയാണോ പ്രശ്നക്കാരനെന്നും കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. നമ്മുടെ പാവപ്പെട്ട തലമുറ എല്ലാം നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയപ്പോൾ നടക്കുകയാണ്. നിലാവത്തിൽ അഴിച്ചുവിട്ട കോഴിയപ്പോൾ ലഹരി അടിച്ച് നടക്കുകയല്ലേ. അപ്പം ഒരു പക്ഷേ അവര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരിക്കും ഒരാൾ വാഹകരാകുന്നത്, അല്ല ബിസിനസ് നടത്തുന്നത്. അതിനൊക്കെ തക്ക ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. കയറുന്നവൻ അതുപോലെ തന്നെ ഇറങ്ങുന്നു. അല്ലെ, ജയിലിൽ കയറിയാലും ജയിലിൽ സുഖവാസമാണ്, പുറത്തേക്കാനും സുഖമാണ്. പുറത്തിറങ്ങുമ്പം ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, ഗവൺമെന്റ് 10 ഇരട്ടി ജയിലിലെ തടവുകാർക്ക് കൂലി വർദ്ധിപ്പിച്ചിരിക്കുക. 520 630 ഒക്കെ ആയിട്ട് കൂലി വർദ്ധിപ്പിച്ചിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ജയിലിൽ ഫോൺ ലഭിക്കും, മയക്കുമരുന്ന് ലഭിക്കും, മദ്യം ലഭിക്കും, സമൃദ്ധമായ ഭക്ഷണം ലഭിക്കും. അത് കഴിഞ്ഞ് അവര് ജയിലിലെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവൻ പുറത്തു വരുമ്പോഴത്തേക്കും പുറത്തു പോകുമ്പം അവന് വല്ല പെണ്ണിനെയും കെട്ടിക്കാനുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയായി അവന്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ സുഖമായിട്ട് പോലീസ് സംരക്ഷണമൊക്കത്ത് ഒന്നും അറിയാതെ. അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. അകത്ത് എന്നാൽ സുഖവാസം, ഒരു സുഖവാസം എന്നുള്ള ചിന്തയും ഒക്കെ ആളുകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറ്റകൃത്യങ്ങൾക്ക് ഒരു അറപ്പില്ലാത്തൊരവസ്ഥ വരികയാണ്. അതുകൊണ്ട് അത് നിശ്ചയമായിട്ടും അത് ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുറത്തേക്കാണ് സുഖവാസം. അപ്പൊ ഗൾഫിലും പോകണ്ട, അമേരിക്കയിലും പോകണ്ട. ഈ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ കയറിയാൽ അവന് സുഖവാസം, അവന് ഭക്ഷണം, അവന് ശമ്പളം, ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അതൊക്കെ ഈ നമ്മുടെ പരാജയങ്ങളാണ്. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശിക്ഷയിലെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷയും നടപടിക്രമങ്ങളും ഈ ഒരു ലഹരി ഉപയോഗവും ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ആളുകൾക്ക് ഇതിലൊരു ഭയമുണ്ടാകും. അത് വീണ്ടും ചെയ്യുമ്പോൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു രീതിയിലേക്ക് തന്നെ ആളുകൾ കടക്കുമെന്ന് തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.